313 തവണ ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകുന്നതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. നമുക്കെന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ ദിക്റിനെ 313 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും, അള്ളാഹുവിനോട് നമ്മൾ തേടുന്ന ഏത് ആഗ്രഹങ്ങളാണെങ്കിലും, നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഓരോ സമയങ്ങളിലും നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ട്. ഏത് ആവശ്യങ്ങൾ നമുക്ക് സാധൂകരിച്ച് കിട്ടാൻ വേണ്ടിയും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായി യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിനെ 313 തവണ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണ്. മഹത്വമേറിയ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബാക്കൾ ഇറങ്ങുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റിനെ ചൊല്ലിയിട്ട് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ ഇറക്കി ആ സ്വഹാബികളെ സഹായിച്ചത് നമുക്കറിയാം. ആ ദിക്റിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 313 തവണ നമ്മൾ ചൊല്ലുക. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മൾ തേടുക. നമ്മുടെ ദുആനെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കുടുംബജീവിത പരാജയത്തിന്റെയും കാരണം കണ്ണേറ് തന്നെയാണ്. ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്ഭുത ഇസ്മ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലുണ്ട്. നമ്മുടെ വീട്ടിൽ കണ്ണേറ് സംബന്ധമായിട്ടുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ, നമുക്ക് നാശങ്ങളും നഷ്ടങ്ങളും സമാധാനമില്ലാത്ത ജീവിതവുമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ ഈ ഇസ്മിനെ നമ്മൾ സൂക്ഷിക്കുക. ഇത് കാരണമായി കണ്ണേറ് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും, സാമ്പത്തിക നഷ്ടങ്ങളും, അതുപോലെ തന്നെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് കണ്ണേറ് കൊണ്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ സകലമാന കണ്ണേറുകളും അള്ളാഹു ബാത്തിലാക്കി തരും. അതുപോലെ തന്നെ കച്ചവടം നടക്കാത്ത ഷോപ്പുകളിലും, അതുപോലെ തന്നെ കച്ചവടം പുരോഗതി ലഭിക്കേണ്ട ഷോപ്പുകളിലുമൊക്കെ ഈ ഇസ്മിനെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.